ഹായ് മക്കളെ, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് തന്നെയാണ് എന്ത് വന്നത്, നമ്മുടെ എക്സാമുകളുടെ ടൈം ടേബിൾ വന്നത്. ആൻഡ് അതിലെന്താണ് മിനിസ്റ്റർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, +2 കുട്ടികളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം +1ൻ്റെ സെയിം ടൈം ടേബിളാണ് വരിക എന്നൊക്കെ ഉള്ളത്. അതിനുശേഷം ഞാൻ ഏകദേശം എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത്, നിങ്ങളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ കുറേ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു. അതായത് ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കൊരു ഡിസംബർ വരെ കൊണ്ട് തീർക്കാം, എന്നിട്ട് +2 ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചിലതിലൊക്കെ കുറേ മിസ്സിങ് പാർട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും അതുണ്ടാവില്ലേ? ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഇത് പഠിച്ച് തീർക്കുക, ഏതാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് മനസ്സിലായിരുന്നു നമ്മളിത് ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് മക്കളെ, നിങ്ങൾക്ക് എന്താണ് ഉറപ്പായിട്ടും +2ൽ 6 സബ്ജക്റ്റ് പഠിക്കാണ്ടല്ലേ? ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ എന്തായിരിക്കും, ഒരു സബ്ജക്റ്റിന് ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ 3 തന്നെ എഴുതണം എന്നാണ്. കാരണം സാർ 3 എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടാവണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ലൈഫിൽ ഇനി എന്താ ഇതിനേക്കാൾ വലിയ ചലഞ്ചസ് വരാൻ പോകണം. അപ്പോൾ ഇവിടെ നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നേരിടാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷേ സാർ അതൊക്കെ വിട്ടിട്ട് മോട്ടിവേഷൻ വിട്ടിട്ട് എങ്ങനെയാണ് പഠിക്കുക? എടാ, നിങ്ങളിപ്പോൾ ഇല്ലേ 6ഉം 3ഉം 9 സബ്ജക്റ്റ് പരീക്ഷ ചെയ്യുന്നത്, നിങ്ങൾ അതിന് ഇങ്ങനെ ഒന്ന് കണ്ടോക്ക്. നിങ്ങൾക്ക് മാർച്ചിൽ എന്താണ് 9 പരീക്ഷ ഉണ്ട്, 9 സബ്ജക്റ്റ് എഴുതാനുണ്ട് എന്നൊന്ന് കണ്ടോക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുക? മാർച്ചിലേക്ക് 9 തീർക്കുക എന്നല്ലേ, ആ ഒരു മോഡ് ചെയ്താൽ മതി. അപ്പോൾ ടൈം ടേബിൾ ഇവിടെ വളരെ കൃത്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് +2 കുട്ടി മാത്സ് മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെങ്കിൽ അവനെന്താണ് 19-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ 25-ാം തീയതി എന്താണ്, 25-ാം തീയതി +1ൻ്റെ മാത്സ് വരും. തൊട്ടടുത്ത ദിവസം കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഒരാൾ എന്താണ് കെമിസ്ട്രിയും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിലോ 10-ാം തീയതി കെമിസ്ട്രി എക്സാം കഴിഞ്ഞിട്ട് 17-ാം തീയതി മാത്സിന് മുമ്പ് എന്തുണ്ട്, 15-ാം തീയതി അവന് +1 കെമിസ്ട്രി ഉണ്ട്. ആ ഒരു രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ടൈം ടേബിളും കൂടെ കിട്ടും അല്ലേ? പക്ഷേ ഇവിടെ ചില കുട്ടികൾക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ, സാറേ എനിക്ക് മാത്സിൽ എന്താ പറയുക 80-ൽ 75 മാർക്കുണ്ട്, ഇമ്പ്രൂവ് ചെയ്യണോ? അല്ലെ മാത്സിൽ 75, ഇംഗ്ലീഷിൽ 74, ഏത് ഇമ്പ്രൂവ് ചെയ്യണം? ഇങ്ങനെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഞങ്ങൾ വേണമെങ്കിൽ ഒരു വെബിനാർ വെക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വെബിനാറിലേക്ക് അപ്ലൈ ഡേറ്റും കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞുതരാം. ചിലപ്പോൾ മൾട്ടിപ്പിൾ വെബിനാർസൊക്കെ ആവശ്യമുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണ്. വെബിനാറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ വെബിനാർ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ തിരിച്ചു വരാൻ എങ്ങനെ പഠിക്കണം? അപ്പം അൾട്ടിമേറ്റ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മാർച്ചിലേക്ക് ഇതൊക്കെ പഠിച്ചു തീർത്താൽ മതി. മോഡലിന് പോലും വേണമെന്നില്ല അല്ലേ? ശരിയല്ലേ? പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആണ്, എന്ത്, +1 ടോപ്പിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം അതിൻ്റെ ഡിഫിക്കൽറ്റിയും കാര്യങ്ങളൊക്കെ ഇതായിക്കൊണ്ടിരിക്കുക. പക്ഷേ +2ൻ്റെ കേസിൽ എന്തായിരിക്കും, നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് ഇങ്ങനെ എടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഐഡിയലി പറയുന്നത് വെച്ചാൽ ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടല്ലോ, ആ ക്രിസ്മസ് വെക്കേഷനോടുകൂടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന +1ലെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ള് പഠിച്ചു തീർക്കണം. ഓക്കെ, അപ്പോൾ സാറേ മറന്നോലെ മാർച്ച് ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം ഒരു ആക്റ്റീവ് റീകോൾ റിവിഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഡെയിലി ഒരു 5-10 മിനിറ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ +2 നമ്മൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതേപോലെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ കുറച്ച് പഠിച്ച് തുടങ്ങി എന്ത് ചെയ്യുക, ഒരു ജനുവരി അവസാനത്തേക്ക് +2 തീർക്കാം. എന്നിട്ട് 2 ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 9 സബ്ജക്റ്റും എഴുതാൻ പറ്റും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 9 സബ്ജക്റ്റുകളിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരായി? നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വേറെ ലെവലെത്തൂലേ? +2ക്ക് ശേഷം പിന്നെ എന്ത് ചലഞ്ച് വന്നാലും, തൊട്ടടുത്ത ചലഞ്ച് ഉണ്ട്, CUET ഉണ്ട്, കീമുണ്ട്, NEET ഉണ്ട്, JEE ഉണ്ട്, വേറെ പല എക്സാമുകളും വരുന്നുണ്ട് അല്ലേ? ആ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടൂലേ? ആ കോൺഫിഡൻസിലേക്കുള്ള തുടക്കമാവണം ഇത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ 3 വിഷയങ്ങൾ, ഒരൊറ്റ കാര്യമുള്ളൂ, ഏതൊക്കെ വിഷയം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതും കൂടെ ഒന്ന് ഫൈനലൈസ് ചെയ്യാം. അതിനാണ് ഞാൻ വെബിനാർ വെച്ചത്. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് തീർക്കും. ജനുവരി 31 +2 തീർക്കും. ഈ തീർത്ത ശേഷം എന്തായിരിക്കും, നമ്മൾ റിവിഷനും തുടങ്ങും. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് തീർത്താൽ ജനുവരിയിൽ തന്നെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും, +2 ജനുവരിക്ക് ശേഷം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ വേഗം വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ. നമ്മൾ കൂടെ ഉണ്ടാവും. ശരി.